നിലമ്പൂർ തിരഞ്ഞെടുപ്പ് ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. ഇപ്പോഴിതാ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനാൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലും നേട്ടം കൊയ്യാമെന്നുള്ളത് UDFന്റെ വ്യാമോഹം മാത്രമാണെന്ന് പറയുകയാണ് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കോൺഗ്രസുകാർ അണ്ണനും തമ്പിയും കളിച്ചു നടക്കുകയുള്ളൂ. ജനം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഐക്യം എന്താണെന്ന് ജനം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. നിലമ്പൂരിലെ UDF വിജയം അംഗീകരിക്കുന്നു. എന്നാൽ LDF പരാജയപ്പെട്ടെന്ന് പറയാനുമാകില്ല. നല്ല വോട്ട് അവർക്കും കിട്ടി. കോൺഗ്രസ് പണ്ട് തനിച്ചായിരുന്നു മത്സരിച്ചിരുന്നത്. എന്നാൽ ഇന്ന് കോൺഗ്രസും ലീഗും ഒരേ മനസ്സോടെയാണ് ശക്തമായി നിന്ന് മത്സരിച്ചത്. എന്നിട്ടും 11,000 വോട്ടിന്റെ ഭൂരിപക്ഷമേ UDFന് ലഭിച്ചുള്ളൂ. അതൊരു വലിയ വോട്ടല്ല. പക്ഷേ അൻവറിന്റെ ശക്തി തിരിച്ചറിയാൻ സാധിക്കാതെ പോയി. 20,000 വോട്ടാണ് അൻവർ നേടിയത്. സർക്കാരിന്റെ ഭാഗമായിരുന്നപ്പോൾ നിരവധി പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളെ സ്വാധീനിക്കാൻ അൻവറിന് സാധിച്ചു. അൻവറിന് ലഭിച്ച വോട്ടുകൾ ചെറിയ കണക്കല്ല. അൻവർ പാർട്ടിക്ക് വിധേയനായാൽ എടുക്കാമെന്ന UDF നിലപാട് എടുത്തതാണ്. എന്നാൽ അൻവർ അതിന് തയ്യാറായില്ല. ഇതോടെ VD സതീശനും ശക്തമായ നിലപാടെടുത്തു. ഒരു പക്ഷേ സമീപകാലത്ത് UDF എടുക്കുന്ന ഏറ്റവും ശക്തമായ നിലപാടായിരിക്കും അത്. ഇത്തരമൊരു നിലപാട് കേഡർ പാർട്ടിക്ക് സാധിക്കാറുള്ളൂ. എന്നാൽ സതീശനും കോൺഗ്രസുമെല്ലാം ഉറച്ച നിലപാടെടുത്തു. കോൺഗ്രസിന്റെ തീരുമാനം നിലമ്പൂരിൽ ശരിയാണെന്ന് തെളിഞ്ഞു. എന്നാൽ നിലമ്പൂർ കിട്ടിയെന്ന് വിചാരിച്ച് വലിയ കലത്തിൽ വെള്ളമൊഴിച്ചത് കൊണ്ട് കാര്യമില്ല. കാണാൻ പോകുന്നതിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. നിലമ്പൂർ ആരുടെ സീറ്റായിരുന്നു? UDFന്റേതല്ലേ. അവരുടെ സീറ്റ് അവർ എടുത്തു. നിലമ്പൂർ കിട്ടിയെന്ന് വിചാരിച്ച് കേരളം മുഴുവൻ കിട്ടുമെന്ന ആശയിൽ നടന്നാൽ അത് ശരിയാകുമോ? കാണാൻ പോകുന്ന പൂരമല്ലേ. കോൺഗ്രസുകാർ അണ്ണനും തമ്പിയും കളിച്ചു നടക്കുകയുള്ളൂ. ജനം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഐക്യം ഇതാണ്. ഒരാൾ പറയുന്നു ക്യാപ്റ്റനാണെന്ന്, മറ്റൊരാൾ പറയുന്നു ഞാൻ പട്ടാളക്കാരനാണെന്ന്. കോൺഗ്രസ് ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രൂപ്പ് കളിയുടെ ആശാന്മാരാണ്. ആരെല്ലാം കളിക്കും കളിപ്പിക്കും എന്നതൊക്കെ കാത്തിരുന്നു കാണാമെന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. അതേസമയം നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് വിജയത്തിൽ അഹങ്കരിക്കാൻ ഒന്നുമില്ലെന്നാണ് മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലന്റെ വാദം. വടകര ലോക്സഭാ മണ്ഡലത്തിലും പാലക്കാടും കണ്ടത് നിലമ്പൂരും ആവർത്തിച്ചു. PV അൻവർ പാർട്ടിയെ ചതിച്ച യൂദാസ് എന്നും തോറ്റെങ്കിലും M സ്വരാജ് ഉയർത്തെഴുന്നേൽക്കുമെന്നും നേതാവ് പറഞ്ഞു വെക്കുന്നുണ്ട്. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് ഫലം ഞെട്ടിക്കുന്ന വിധിയല്ല. ആര്യാടൻ മുഹമ്മദ് മുസ്ലിം ലീഗിനോടും മത തീവ്രവാദ സംഘടനകളോടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചു. അങ്ങനെ ഒരാളുടെ പുത്രനാണ് ജമാഅത്ത് ഇസ്ലാമിയുടെയും മത തീവ്രവാദികളുടെയും സഹായത്തോടെ നിയമസഭയിൽ എത്തുന്നത്. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് വിജയത്തിൽ അഹങ്കരിക്കാൻ ഒന്നുമില്ല. വടകര ലോക്സഭാ മണ്ഡലത്തിലും പാലക്കാടും കണ്ടത് നിലമ്പൂരും ആവർത്തിച്ചു. അൻവർ മുൻപ് വിജയിച്ചത് ഭരണ നേട്ടത്തിന്റെ ഒരു പങ്കുപറ്റി. ഈ തിരഞ്ഞെടുപ്പിൽ തോറ്റുവെങ്കിലും M സ്വരാജ് ഉയർത്തെഴുന്നേൽക്കുമെന്നും PV അൻവർ പാർട്ടിയെ ചതിച്ച യൂദാസാണെന്നും നേതാവ് തുറന്നടിച്ചു.